മുസ്ലിം വോട്ടുകളെ സംബന്ധിച്ച് പറയുമ്പോൾ BSPയുടെ മായാവതി ഇപ്രാവശ്യം ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ഒരു പരിഭവവും നിരീക്ഷണം നടത്തുകയുണ്ടായി. അവരുടെ മുഴുവൻ സ്ഥാനാർത്ഥികളും BSPയുടെ സ്ഥാനാർത്ഥികൾ തോറ്റു. ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട SP-യും കോൺഗ്രസും നേട്ടമുണ്ടാക്കി. അപ്പോൾ അവർ പറയുന്നത് ഇപ്രാവശ്യം മുസ്ലിങ്ങൾ തന്നെ പിന്തുണച്ചില്ല എന്നാണ്. മുസ്ലിം വോട്ടുകൾ എങ്ങനെയാണ് ശിഥിലമാകുന്നത്, ആർക്കാണ് അത് നേട്ടമായി മാറുന്നത് എന്നതിൻ്റെ സൂചകമാണ് മായാവതിയുടെ പ്രസ്താവന. 1952 മുതൽ പാർലമെന്റ് ഇലക്ഷനിലെ മുസ്ലിം വോട്ടുകളുടെ പാറ്റേണുകൾ ഇന്ത്യയിൽ പരിശോധിക്കുമ്പോൾ പലപ്പോഴും വിഭജിക്കപ്പെടുന്നതായി കാണാം. അങ്ങനെ വോട്ടുകൾ ശിഥിലമാവുകയും ചെയ്യുന്ന അവസ്ഥയാണുള്ളത്. 10-14 സ്ഥലങ്ങളിൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ പരിശോധിച്ചാൽ BSPയുടെ സാന്നിധ്യമാണ് ഇന്ത്യ ബ്ലോക്കിന് വിജയം സമ്മാനിക്കാൻ തടസ്സമായി നിന്നത്. കാരണം വോട്ടുകൾ വിഭജിക്കപ്പെട്ടു. 2024 ഇലക്ഷനിൽ മുസ്ലിം വോട്ടുകളുടെ സാന്നിധ്യം പ്രത്യക്ഷമാണ്. ആ വോട്ടുകൾ നല്ല രീതിയിൽ വിനിയോഗിക്കപ്പെട്ടു. ഐഡന്റിറ്റി പൊളിറ്റിക്സിൽ പ്രവർത്തിക്കുന്ന പല പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളെ മുസ്ലിങ്ങൾ പരാജയപ്പെടുത്തി. കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രൈസിസ്, ഒരു ഭരണഘടനാപരമായ പ്രതിസന്ധി ഇന്ത്യക്കുണ്ടായപ്പോൾ ഇന്ത്യയിലെ മുസ്ലിം വോട്ടർമാർ തീർച്ചയായും ഭരണഘടനാ സംരക്ഷണത്തിനും ജനാധിപത്യത്തിൻ്റെ സംരക്ഷണത്തിനും അവരുടെ വോട്ടുകൾ വിനിയോഗിച്ചതായി കാണാം. അസാമിലെ ധുബ്രി ലോക്സഭ സീറ്റിൽ ഇപ്രാവശ്യം ജയിച്ചത് റാക്കിബുൽ ഹുസൈൻ എന്ന് പറയുന്ന ഇന്ത്യ മുന്നണിയുടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്. എതിർ സ്ഥാനാർത്ഥിയായിരുന്നത് മൗലാന ബദറുദ്ദീൻ അജ്മൽ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം പരാജയപ്പെടുത്തിയത് 10 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. മുസ്ലിങ്ങളുടെ മുമ്പിൽ ഒരു ചോയ്സും ഉണ്ടായിരുന്നില്ല. നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ടു ബി ഓർ നോട്ട് ടു ബി എന്ന് ഷേക്സ്പിയർ ചോദിച്ച നിലനിൽക്കണമോ നിലനിൽക്കണ്ടേ എന്ന അസ്തിത്വപരമായ വിഷയമാണ് മുസ്ലിങ്ങളുടെ മുമ്പിലുണ്ടായത്. ഭരണഘടനയെ സംരക്ഷിക്കുക, ജനാധിപത്യത്തെ സംരക്ഷിക്കുക, അസ്തിത്വം ചോദ്യം ചെയ്യുന്ന ഭീഷണികൾക്കെതിരെ ജനാധിപത്യ അവകാശം ഉപയോഗിക്കുക. ജനാധിപത്യപരമായ ജാഗ്രത പുലർത്താൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ കോൺഷ്യസ് വളരെ ഉയർന്ന് കൂടിക്കൂടി വരികയാണ്. രാഷ്ട്രീയ ജനാധിപത്യ പ്രക്രിയയിൽ നിസ്സംഗരായി നോക്കി നിൽക്കുന്ന മുസ്ലിങ്ങൾ ഇപ്രാവശ്യം ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുത്തുകൊണ്ട് തങ്ങളുടെ സമ്മതിദാനാവകാശം കൃത്യമായി വളരെ വിവേകത്തോടെ ഉപയോഗപ്പെടുത്തി. ഇതാണ് മുസ്ലിം വോട്ടുകളിൽ ഇപ്രാവശ്യം സംഭവിച്ച വളരെ പ്രകടമായ മാറ്റം, ശുഭകരമായ മാറ്റം. ഭരണഘടനയെ സംരക്ഷിക്കാൻ, ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ മുസ്ലിം വോട്ടുകൾ കീ റോൾ നിർവഹിച്ചു. ചരിത്രപരമായ ദൗത്യം 2024 മുസ്ലിങ്ങൾ നിർവഹിച്ചു എന്ന കാര്യത്തിൽ സന്ദേഹമില്ല.